നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധം തന്നെയാണ്. യുദ്ധം അങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും നമ്മുടെ ഗ്യാസിന്റെ ലഭ്യതയും പെട്രോൾ, ഡീസൽ ഇവയൊക്കെ ഇത് ബാധിച്ചു തുടങ്ങി. വീട്ടമ്മമാര് പോലും ഗ്യാസ് കിട്ടാതായപ്പോ ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു. അത്രമാത്രം സ്വാധീനം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ യുദ്ധം വരുത്തിവെച്ചു. ഇപ്പോൾ ഒരൊറ്റ ചോദ്യത്തിനാണ് ലോകം ഉത്തരം തേടുന്നത്: എന്നാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധത്തിന്റെ അവസാനം? അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ മുതൽ വാഹനങ്ങളിലെ ഇന്ധനം വരെ പൊള്ളുന്ന വിലയിലേക്ക് കുതിക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഉയരുന്ന ആദ്യ ചോദ്യം ഈ യുദ്ധം എന്ന് അവസാനിപ്പിക്കും എന്ന് തന്നെയാണ്. ദൂരെ എവിടെയോ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മുടെ നിത്യജീവിതത്തെ ഇത്രമേൽ പിടിച്ചുലയ്ക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ആധുനിക ആയുധങ്ങളുടെ മുഴക്കങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ചില പ്രവചനങ്ങൾ ലോകം വീണ്ടും ഭയപ്പെടുകയാണ്. പ്രസിദ്ധ പ്രവാചകരായ ബാബ വാങ്കയും നോസ്ട്രഡാമസും 2026 കുറിച്ച് നൽകിയ ആ മുന്നറിയിപ്പുകൾ ഇപ്പോൾ സത്യമാവുകയാണോ? പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിലേക്കാണോ പോകുന്നത്? ശാസ്ത്രം തോൽക്കുന്നിടത്ത് പ്രവചനങ്ങൾ നൽകുന്ന ആ ഞെട്ടിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനും നേരെ നടത്തുന്ന സംയുക്ത ആക്രമണങ്ങളും ഇതേ തുടർന്ന് UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയ തിരിച്ചടികളും പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധഭീതിയിലേക്കാണ് തള്ളിയിട്ടത്. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു ചോദ്യത്തിലേക്കാണ്: മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലാണോ ഇപ്പോൾ ലോകം? ഈ ഒരു സന്ദർഭത്തിലാണ് ദശകങ്ങൾക്ക് മുമ്പ് അന്തരിച്ച ബൾഗേറിയൻ അന്തകയായ പ്രവാചക ബാബ വാങ്കയുടെയും ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമസിന്റെയും പ്രവചനങ്ങൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. ആരാണ് ബാബ വാങ്ക? ബാബ വാങ്ക 1996 അന്തരിച്ചത്. 85-ാം വയസ്സിൽ മരിക്കുമ്പോഴേക്കും വരും നൂറ്റാണ്ടുകളിലേക്ക് നീളുന്ന ആയിരക്കണക്കിന് പ്രവചനങ്ങൾ അവർ നടത്തിയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച, പ്രിൻസസ് ഡയാനയുടെ മരണം, 2011 ഭീകരാക്രമണം തുടങ്ങിയവയെല്ലാം ബാബ വാങ്ക കൃത്യമായി പ്രവചിച്ചിരുന്നുവെന്നാണ് അനുയായികൾ വിശ്വസിക്കുന്നത്. ഇരുമ്പ് പക്ഷികൾ അമേരിക്കൻ സഹോദരങ്ങളെ ആക്രമിക്കുമെന്ന ബാബ വാങ്കയുടെ പ്രവചനം ആക്രമണത്തെ സൂചിപ്പിക്കുന്നതായിരുന്നുവെന്ന് ലോകം വിലയിരുത്തുന്നു. 2026 കുറിച്ചുള്ള വാങ്കയുടെ ചില പ്രവചനങ്ങളാണ് ഇപ്പോൾ ലോകവും ഉറ്റുനോക്കുന്നത്. ലോക ചരിത്രത്തിലെ ഒരു നിർണായക വർഷമാണിത്. പശ്ചിമേഷ്യയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വലിയ സംഘർഷം ആഗോളതലത്തിലേക്ക് പടരുമെന്നവർ പ്രവചിച്ചിരുന്നുവത്രേ. നിലവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ ആ പ്രവചനത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണോ എന്ന ഭീതിയിലാണ് പലരും. എന്നാൽ ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ബാബ വാങ്കയുടെ വരികളിൽ വ്യക്തമായ ഒരു തീയതിയോ കാലയളവോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെയാണ് നോസ്ട്രഡാമസിന്റെ ചില പ്രവചനങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്നത്. അതായത് വാങ്കയുടെ പ്രവചനങ്ങൾ യുദ്ധത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ സൂചനകൾ നൽകുന്നത് നോസ്ട്രഡാമസിന്റെ പ്രവചനമാണ്. 1555 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലെ പ്രൊഫറ്റീസ് എന്ന ഗ്രന്ഥത്തിൽ 2026 കുറിച്ച് പരാമർശിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ വരികൾ ഇപ്രകാരമാണ്: 7 മാസത്തെ വലിയ യുദ്ധം, തിന്മയാൽ മനുഷ്യൻ മരിക്കുന്നു. നിലവിലെ സംഘർഷങ്ങൾ ഫെബ്രുവരി അവസാനത്തോടെയാണ് ഇത്തരമൊരു ഭീകരതലത്തിലേക്ക് ഉയർന്നതെന്ന് കണക്കാക്കിയാൽ നോസ്ട്രഡാമസിന്റെ പ്രവചന പ്രകാരം സെപ്റ്റംബർ മാസത്തോടുകൂടി ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാകുമെന്ന് അനുമാനിക്കാം. അടുത്ത ചോദ്യം പ്രവചനങ്ങൾ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതാണ്. ബാബ വാങ്കയുടെയും നോസ്ട്രഡാമസിന്റെയും പ്രവചനങ്ങൾ പലപ്പോഴും അനുയായികൾ പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം അവരുടെ പ്രവചനങ്ങളിൽ സത്യമുണ്ടെന്നും അതെല്ലാം സംഭവിക്കപ്പെട്ടതാണെന്നും പറയുന്നതാണ്. അവ വ്യാഖ്യാനിക്കുന്നതിലെ പിഴവുകൾ പലപ്പോഴും തെറ്റായ നിഗമനത്തിലേക്ക് നയിക്കാറുണ്ടെന്നും ചിലർ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ചരിത്രപരമായ ചില യാദൃച്ഛികതകൾ ഇവരുടെ വാക്കുകളിൽ വലിയ സ്വീകാര്യത നൽകുന്നതാണ്. ചില പ്രവചനങ്ങൾ ആശ്വാസത്തിനുള്ള വക നൽകുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ ഭാവി നയതന്ത്രപരമായ തീരുമാനങ്ങളിലാണ് ഇരിക്കുന്നത്. ബാബ വാങ്കയും നോസ്ട്രഡാമസും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ മുന്നറിയിപ്പുകൾ സമാധാനത്തിന്റെ വില നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. 2026 സെപ്റ്റംബറിൽ യുദ്ധം അവസാനിക്കുമെന്ന് നോസ്ട്രഡാമസിന്റെ വരികൾ സൂചിപ്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമോ അതോ പുതിയൊരു വിപത്തിന്റെ തുടക്കമാകുമോ എന്ന് കാലം തെളിയിക്കും. ലോകം ഒരു വലിയ അഗ്നി പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ബാബ വാങ്കയും നോസ്ട്രഡാമസും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ മുന്നറിയിപ്പുകൾ സമാധാനത്തിന്റെ അനിവാര്യതയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2026 സെപ്റ്റംബറിൽ ഒരു സമാധാന കിരണം തെളിയുമെന്ന നോസ്ട്രഡാമസിന്റെ വരികൾക്ക് ഇന്ന് ലോകത്തിന് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെയും വിവേകപൂർണമായ തീരുമാനങ്ങളിലൂടെയും മാത്രമേ ഈ യുദ്ധഭീതിയിൽ നിന്ന് നമുക്ക് മോചനം നേടാനാകൂ. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും മാനവികതയുടെ ജയം തന്നെയാണ് സമാധാനകാംക്ഷികൾ ആഗ്രഹിക്കുന്നത്. വരും മാസങ്ങൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളായിരിക്കും. ഈ പ്രവചനങ്ങളൊക്കെ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. പക്ഷെ പലപ്പോഴും ചില നല്ല പ്രവചനങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പലർക്കും ആശ്വാസം നൽകുന്നതാണ്. ബാബ വാങ്കയുടെയും നോസ്ട്രഡാമസിന്റെയും അനുയായികൾ അവകാശപ്പെടുന്നത് അവർ പ്രവചിച്ച കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ലെന്നും അതെല്ലാം ഇതുവരെ സംഭവിച്ചു എന്നും ഉള്ളതാണ്. ഇതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്
നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നോസ്ട്രമാസ് പറഞ്ഞു വെക്കുന്ന ഒരു 7 മാസക്കാലം, സെപ്റ്റംബർ വരെ. എങ്ങനെ ഈ യുദ്ധം സെപ്റ്റംബർ വരെ നീണ്ടുപോയാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ തന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ല, പെട്രോളിന്റെ ലഭ്യത, അതിന്റെ വില കൂടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് സാധാരണക്കാരെ പോലും ബാധിക്കുന്നതാണ്. പ്രവചനങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്.